വെൽക്കം ടു civil.net. civil.netലേക്ക് സ്വാഗതം. ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ടോപ്പിക് ഡിസ്കഷൻ ബേസ്ഡ് ഓൺ സിലബസ് ഓഫ് അപ്കമിംഗ് കേരള PSC. ഇറ്റ് ഇൻവോൾവ് ഡിസ്കഷൻ ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓൺ ദ റെലവൻറ്റ് ടോപ്പിക് ആൻഡ് തിയറി ഡിസ്കഷൻ ബേസ്ഡ് ഓൺ ക്വസ്റ്റ്യൻസ്. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ ഹൈവേ എഞ്ചിനീയറിംഗിൽ തന്നെ റോഡിൻ്റെ പേയ്മെൻറ്റ്, അതുപോലെ ഗ്രേഡിയൻറ്റ്, പിന്നെ അതുപോലെ ടെസ്റ്റ്, ഏതൊക്കെ ടെസ്റ്റാണ് റോഡിൽ ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീഡിയോ ലാസ്റ്റ് വരെ കാണുമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്ലോപ്പ് ഓഫ് ദി റോഡ് പേയ്മെൻറ്റ് ഇൻ ദി ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷൻ ഈസ് കോൾഡ്. ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷനിൽ റോഡിന് കൊടുക്കുന്ന സ്ലോപ്പിന് പറയുന്ന പേര്. ഇതാണ് റോഡിൻ്റെ ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷൻ. ഈ ഒരു ഡയറക്ഷനിൽ റോഡിന് സ്ലോപ്പ് കൊടുക്കണമെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഓപ്ഷൻസ്: അലൈൻമെൻറ്റ്, ഗ്രേഡിയൻറ്റ്, സൂപ്പർ എലിവേഷൻ, ലെങ്ത് ഓഫ് സമ്മിറ്റ്. ഓപ്ഷൻ എന്ന് പറയുന്നത് ഗ്രേഡിയൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ അലൈൻമെൻറ്റ്. ഇത് നെക്സ്റ്റ് ഓപ്ഷൻസിനെ വെച്ച് ചർച്ച ചെയ്യാണ്. അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സിംഗ് ഓഫ് സെൻട്രൽ ലൈൻ ഓഫ് റോഡ് അറ്റ് ദി സൈറ്റ്. സൈറ്റിൽ റോഡിൻ്റെ സെൻട്രൽ ലൈൻ ഫിക്സ് ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് അലൈൻമെൻറ്റ്, അല്ലെങ്കിൽ സെറ്റിംഗ് ഔട്ട് ഓഫ് റോഡ്. നെക്സ്റ്റ് സൂപ്പർ എലിവേഷൻ. ഔട്ടർ എഡ്ജ് ഓഫ് റോഡ് ഈസ് അറ്റ് ഹയർ എലിവേഷൻ ദാൻ ഇന്നർ എഡ്ജ്. ഇത് മെയിൻലി പ്രൊവൈഡ് ചെയ്യുന്നത് കർവിലാണ് ഫോർ സേഫ് മൂവ്മെൻറ്റ് ഓഫ് വെഹിക്കിൾസ്. ലെങ്ത് ഓഫ് സമ്മിറ്റ്. ലെങ്ത് ഓഫ് സമ്മിറ്റ് പറഞ്ഞാൽ ഹില്ലി ഏരിയാസിലുള്ള റോഡിൽ രണ്ട് കർവുകൾക്കിടയിലുള്ള സ്ട്രൈറ്റ് പോർഷനെ പറയുന്ന പേരാണ് ലെങ്ത് ഓഫ് സമ്മിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റൈസ് ഓഫ് ദ കാരേജ് വേ അറ്റ് ദി ഔട്ടർ എഡ്ജ് ഈസ് ടേംഡ്. ഔട്ടർ എഡ്ജ് ഓഫ് ദി റോഡ് ഈസ് ഹയർ എലിവേഷൻ ദാൻ ഇന്നർ എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ്: ഗ്രേഡിയൻറ്റ്, സൂപ്പർ എലിവേഷൻ, കേംബർ, ട്രാൻസിഷൻ. ഇതിന് ആൻസർ എന്ന് പറഞ്ഞാൽ സൂപ്പർ എലിവേഷൻ. ഓക്കെ, ഇവർക്ക് ചർച്ച ചെയ്തതാണ്. പിന്നെ മറ്റു ഓപ്ഷനിലേക്ക് പോകുമ്പോൾ കേംബർ. സ്ലോപ്പ് ഓഫ് ദി റോഡ് ഇൻ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ. ഈ ഒരു ഡയറക്ഷൻ സെൻട്രൽ ലൈനിന് ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ കൊടുക്കുന്ന റോഡിൻ്റെ സ്ലോപ്പിനെ പറയുന്ന പേരാണ് കേംബർ. നെക്സ്റ്റ് ട്രാൻസിഷൻ കർവ്. എ കർവ് കണക്ട്സ് എ സ്ട്രൈറ്റ് റോഡ് ടു എ കർവ് ടു അവോയ്ഡ് ആക്സിഡൻറ്റ്. ഈ ഒരു സ്ട്രൈറ്റ് റോഡിനെ ഈ ഒരു കർവിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഒരു എലമെൻറ്റ് ഓഫ് റോഡിനെ പറയുന്ന പേരാണ് ട്രാൻസിഷൻ കർവ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ആക്സിഡൻറ്റ് or skidding. When connects directly to the curve, its direction sudden changes, it causes accident. Hence, transition curve gradually increases the curve of the vehicle. Okay. Next, which of the following tests measures the hardness of road aggregate? ഏതൊക്കെ ടെസ്റ്റാണ് റോഡിൻ്റെ ഹാർഡ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ്: ക്രഷിംഗ് ടെസ്റ്റ്, അബ്രേഷൻ ടെസ്റ്റ്, ഇമ്പാക്ട് ടെസ്റ്റ് ആൻഡ് സൗണ്ട്നെസ് ടെസ്റ്റ്. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ അബ്രേഷൻ ടെസ്റ്റാണ്. ഓക്കെ, ഇതിൻ്റെ ഫുൾ നെയിം ലോസ് ഏഞ്ചലസ് അബ്രേഷൻ ടെസ്റ്റ്. ഓക്കെ, എന്താണ് അബ്രേഷൻ ടെസ്റ്റ് എന്ന് മനസ്സിലാക്കാം. ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് ഈ ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ഡ്രമ്മാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അഗ്രിഗേറ്റ്സ് 5 to 10 കിലോഗ്രാമാണ്. ഇതിൻ്റെ ഗ്രേഡ് ഓഫ് അഗ്രിഗേറ്റ് നോട്ട് ചെയ്യണം. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കാസ്റ്റ് ആൻഡ് ബോൾസ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, ഇനി കാസ്റ്റ് ആൻഡ് ബോൾസിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 48 mm ഡയം ആയിരിക്കും, അതുപോലെ 450 gram ആയിരിക്കും ഇതിൻ്റെ വെയിറ്റ്. ഓക്കെ, നമ്പർ ഓഫ് ബോൾസ് ഡിപ്പെൻഡ് ചെയ്യുക ഗ്രേഡ് ഓഫ് അഗ്രിഗേറ്റ് ആണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. ഓക്കെ, ഇതിന് കൊടുക്കുന്ന റെവല്യൂഷൻസ് 500 to 1000 റെവല്യൂഷൻസ് ആണ് കൊടുക്കാറുള്ളത് അറ്റ് ദ റേറ്റ് ഓഫ് 30 to 33 RPM. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ അഗ്രിഗേറ്റ്സിനെ 1.7 mm സിയിലൂടെ പാസ് ചെയ്യും. എന്നാൽ അതിലൂടെ പാസ് ചെയ്യുന്ന വാല്യൂവിനെ M1 എന്നെടുത്താൽ ഇനീഷ്യൽ വാല്യൂ M ആണെങ്കിൽ M1 ഡിവൈഡ് ബൈ M ഇൻറ്റു 100 ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് അബ്രേഷൻ ടെസ്റ്റ് വാല്യൂ. ഇത് പേഴ്സൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യാറ്. നെക്സ്റ്റ് പറഞ്ഞാൽ ക്രഷിംഗ് ടെസ്റ്റ്. ഇവിടെ ഒരു പാനൽ ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് കോമ്പാക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ട് അഗ്രിഗേറ്റ്സ് ഫില്ല് ചെയ്യുന്നു. മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്
ഹൗ മച്ച് കംപ്രഷൻ ലോഡ് ഇറ്റ് ക്യാൻ ടേക്ക്. റോഡിലൂടെ വെഹിക്കിൾസ് വ്യത്യസ്ത വെയിറ്റുള്ള വെഹിക്കിൾസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മാക്സിമം എത്ര കംപ്രസീവ് ലോഡ് എടുക്കാൻ കഴിയും, അതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ അഗ്രിഗേറ്റ്സ് CTM അതായത് കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീനിൽ പുട്ട് ചെയ്യണം. എന്നതിന് ശേഷം അതിൻ്റെ ലോഡ് ഇൻക്രീസ് ചെയ്യുക അറ്റ് ദി കോൺസ്റ്റൻറ്റ് റേറ്റ് ഓഫ് 4 ടൺ പെർ മിനിറ്റ് അപ് ടു 40 ടൺസ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മാക്സിമം വാല്യൂ ഡയലിൽ കാണിക്കും. ഓക്കെ, അതാണ് ഇതിൻ്റെ കംപ്രഷൻ ടെസ്റ്റിംഗ് വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് ഇമ്പാക്റ്റ് ടെസ്റ്റ്. ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ സഡൻ ആയിട്ടുള്ള ലോഡ് ആക്ട് ചെയ്യാം. സഡൻ ആയിട്ടുള്ള ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഈ അഗ്രിഗേറ്റ്സിന് എന്തെല്ലാം മാറ്റമാണ് സംഭവിക്കുക, അതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ ഈ ഹൈറ്റിൽ നിന്ന് ഈ ഒരു ലോവർ ഇത്രയും ഹൈറ്റിലേക്ക് എന്ത് ചെയ്യും, ഒരു സഡൻ ആയിട്ട് ലോഡ് റിലീസ് ചെയ്യും. ഇവിടെയാണ് പാന് ഇരിക്കുന്നത്. പാനിലാണ് നമ്മളിവിടെ അഗ്രിഗേറ്റ്സ് ഇവിടെ പുട്ട് ചെയ്യുന്നത്. ഈ അഗ്രിഗേറ്റ്സിലേക്ക് ഇവിടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 38 സെൻറ്റിമീറ്റർ ആണ്. ഈ ലോഡ് ഫോളോ ചെയ്യുന്നത് 14 കിലോമീറ്റർ ആണ്. നേരത്തെ പറഞ്ഞ പോലെ 2.36 mm സീവിലൂടെ പാസ് ചെയ്യുന്ന എമൗണ്ട് M1 ആണെങ്കിൽ ഇനീഷ്യൽ വാല്യൂ ഓഫ് അഗ്രിഗേറ്റ്സ് M ആണെങ്കിൽ M1 ഡിവൈഡ് ബൈ M ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു ഇമ്പാക്റ്റ് ടെസ്റ്റ് വാല്യൂ. ഇത് പേഴ്സൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബോട്ടം മോസ്റ്റ് ലെയർ ഓഫ് ദ പേയ്മെൻറ്റ് ഈസ് നോൺ എസ്. റോഡിൻ്റെ ഏറ്റവും താഴെ കാണുന്ന ലെയറിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വിയറിംഗ് കോഴ്സ്, സബ് ബേസ് കോഴ്സ് ആൻഡ് ബേസ് കോഴ്സ് ആൻഡ് സബ് ഗ്രേഡ് കോഴ്സ്. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സബ് ഗ്രേഡ് കോഴ്സാണ്. ഇതിന് ഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ കൊടുത്തുള്ളത് ഏറ്റവും ടോപ്പിൽ വിയറിംഗ് കോഴ്സ് അല്ലെങ്കിൽ സർഫേസ് കോഴ്സ്. നമ്മൾ കാണുന്ന സർഫേസ് അതിനെ പറയുന്ന പേരാണ് വിയറിംഗ് കോഴ്സ്. ഇതിൻ്റെ തൊട്ട് താഴെ വരുന്നതാണ് ബേസ് കോഴ്സ്, സബ് ബേസ് കോഴ്സ് ആൻഡ് ഏറ്റവും താഴെ സബ് ഗ്രേഡ് കോഴ്സ്. ബേസ് കോഴ്സ് ആൻഡ് സബ് ബേസ് കോഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള അഗ്രിഗേറ്റ്സ് ആണ്. ഓക്കെ, ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ മാക്സിമം ഡിസൈൻ ഗ്രേഡിയൻറ്റ് ഫോർ വെർട്ടിക്കൽ പ്രൊഫൈൽ ഓഫ് എ റോഡ് ഈസ് നോൺ എസ്. അതായത് ഗ്രേഡിയൻറ്റിനെ കുറിച്ചാണ്. ഗ്രേഡിയൻ്റ് നമ്മൾ നോക്കിയതാണ് ഒരു റോഡിൻ്റെ ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷനിൽ കൊടുക്കുന്ന സ്ലോപ്പാണ്. ഇവിടെ 2 റോഡ്സാണ് വരുന്നതെന്ന് അസ്യൂം ചെയ്യാം. ഒന്ന് ലോവർ എലിവേഷനും മറ്റൊന്ന് ഹയർ എലിവേഷനും. ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോർഷനെ പറയുന്ന പേരാണ് ഗ്രേഡിയൻറ്റ്. ഓക്കെ, ഈ ഒരു ഗ്രേഡിയൻറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിസൈൻ ചെയ്യുന്ന വാല്യൂ, അതായത് ഒരു എഞ്ചിനീയർ ഡിസൈൻ ചെയ്യുന്ന വാല്യൂ എപ്പോഴും മാക്സിമം വാല്യൂ ആയിരിക്കും. അതിനെ പറയുന്ന പേരാണ് റൂളിംഗ് ഗ്രേഡിയൻറ്റ്. ഓക്കെ, ഇൻ കേസ് ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗ്രേഡിയൻറ്റ് അറ്റ് എ സ്പെസിഫിക് കണ്ടീഷൻ, അതായത് ടോപ്പോഗ്രാഫിക്കൽ ആൻഡ് സോയിൽ സ്റ്റഡി ചെയ്യുമ്പോൾ ആ ഒരു മാക്സിമം വാല്യൂ ഒരിക്കലും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ആ കേസിൽ കൊടുക്കുന്ന പ്രാക്ടിക്കൽ ഗ്രേഡിയൻറ്റിനെ പറഞ്ഞ പേരാണ് ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ്. നെക്സ്റ്റ് എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റ്. ഇത് പറഞ്ഞാൽ ഗ്രേഡിയൻറ്റ് അറ്റ് എക്സെപ്ഷണൽ കേസസ്. when obstructions comes then an higher gradient and lower falling gradient is providing rising gradient and falling gradient. So ഈ ഒബ്സ്ട്രക്ഷനെ ഓവർകം ചെയ്യും. അത്തരം എക്സെപ്ഷണൽ കേസിൽ കൊടുക്കുന്ന ഗ്രേഡിയൻറ്റിനെ പറഞ്ഞ പേരാണ് എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റ്. പിന്നെ ഫോർത്ത് വരുന്നതാണ് മിനിമം ഗ്രേഡിയൻറ്റ്. മിനിമം ഗ്രേഡിയൻറ്റ് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷൻ തന്നെ വളരെ ചെറിയ വാല്യൂ ആയിരിക്കും. 1/200. 1 വെർട്ടിക്കൽ ഈസ് ടു 200 ഹൊറിസോണ്ടൽ. 200 മീറ്റർ പോകുമ്പോൾ 1 വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഹയർ ആയിട്ട് കയറി വരും. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ അതിന് പ്രോപ്പറായിട്ട് റോഡിൻ്റെ ലൈഫ് കൂട്ടാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ച്.